വെൽക്കം ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾ മൈക്ക പോലെ തന്നെ മൈക്ക, അക്രിലിക്, അതുപോലെ PU പെയിന്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ നമ്മൾ ലാമിനേഷൻസുകൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇതൊരു പുതിയ തരം പ്രൊഡക്റ്റ് ആണ്. ഇതിനെ നമ്മൾ കെയിൻ എന്നും പറയും, അതുപോലെ തന്നെ റാറ്റൻ എന്നും പറയും. ഇതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെയിൻ എന്ന് പറയുന്നത് നമ്മൾ മുള, അതുപോലെ ചൂരില്, ഈറ്റ അങ്ങനത്തെ മെറ്റീരിയലിൽ നിന്ന് അതിനാണ് നമ്മൾ കെയിൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ പതുക്കെ ലെയറുകളായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കും. അതിന് നമ്മൾ റാറ്റൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന നമ്മുടെ മെറ്റീരിയലുകളാണ് നമ്മൾ റാറ്റൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ വേവിങ് ചെയ്തിട്ട് പുതിയ പുതിയ ഡിസൈനുകളിൽ നമ്മളാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയറുകളിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിന് ഫ്രെയിം ചെയ്ത് അതുപോലെ നമ്മൾ നെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, വേവിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത്തിരി കൂടി വെറൈറ്റി മോഡലിൽ നമ്മൾ മിഷ്യൻ രീതിയിൽ നമ്മൾ ഇതേ പാറ്റേൺസുകൾ നമ്മൾ ചെയ്തു തുടങ്ങി. ഇത് മിഷ്യനിൽ വേവിങ് ചെയ്തെടുക്കുന്ന ഒരു മോഡലുകളാണ്. അത് നമുക്ക് ഒരു ടൈപ്പ് അല്ല, 100 മോഡലിന് മുകളിൽ നമുക്ക് ഇതിന്റെ ഡിസൈനുകൾ നമ്മുടെ ഇതിലുണ്ട്. ഇത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് വേവിങ് ചെയ്തെടുക്കാൻ പറ്റും. പല ലെയേഴ്സുകൾ, ഡിസൈനുകൾ അതിപ്പോൾ ഇതിൽ നമുക്ക് കാണാം. പല പാറ്റേൺസുകളായിട്ട് നമുക്ക് ഇതിന്റെ ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ കേസിൽ ഇത് എങ്ങനെയാണ് ഇത് യൂസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉപയോഗം വരുന്നത് മെയിനായിട്ട് നമ്മൾ ഒരു വാർഡ്രോബ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ ഏരിയയിൽ നമ്മളിത് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. നമുക്കിത് ഒരു 3 ഡോർ ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഡോർ, TV യൂണിറ്റ് വരാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡോറ്. അതുപോലെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഓരോ മെറ്റീരിയലിൽ നമുക്ക് സിംഗിൾ പീസുകളായിട്ട് നമ്മൾ ഈ സാധനം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ല ലുക്കായിട്ടിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡി മോഡലാണ് ഇപ്പൊ ഈ റാറ്റൻ മോഡല്, അതുപോലെ ഈ കെയിൻ എന്ന് പറയുന്ന ഈ മോഡലുകൾ വരുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇത് സാധാരണ കേസിൽ നമുക്ക് ഈ സാധനം വേവിങ് ചെയ്തിട്ട് ഇതുപോലെ പേപ്പറിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വരുന്നത്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നുണ്ടെങ്കിലും ഇതിനെ സ്റ്റിക്ക് ചെയ്ത് പേപ്പർ റോളിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതിനെ നമ്മൾ ഇത് ലെങ്ത് വൈസ് റോൾ ചെയ്തിട്ടാണ് ഈ സംഭവം വരുന്നത്. ഇതിന് നമുക്ക് സാധാരണ 3 അടി വീതി, നീളം 18 അടി നീളം ഉണ്ടാവും. അപ്പൊ നമുക്ക് സാധാരണ കേസിൽ നമുക്കൊരു ഡോർ ചെയ്യാന്നുണ്ടെങ്കിൽ 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 55 സെന്റിമീറ്ററിലാണ് നമ്മൾ വാർഡ്രോബിന്റെ ഡോറുകളൊക്കെ വരാം. അപ്പൊ നമുക്ക് സുഖമായിട്ട് 4 ഡോർ 5 ഡോറൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു റോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വീടിന്റെ ഹൈലൈറ്റർ ആയിട്ടുള്ള ഏരിയകളിലേക്ക് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും. നമ്മൾ സാധാരണ മൈക്ക ഫിനിഷുകളും അതുപോലെ തന്നെ ലൂവറുകൾ, വിനീറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന് പുറമെ ഒരു ട്രെൻഡിങ് മോഡലായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. ഇത് നമുക്ക് 100 അബൌട്ട് ഡിസൈൻസുകൾ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് സ്റ്റിക്കിങ് ചെയ്യാനും നമ്മൾ സാധാരണ വൈറ്റ് ഗ്ലൂ, അതായത് നമ്മുടെ SH മാർക്കറ്റിൽ പറയുന്ന SH വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് നമുക്ക് ഇത് ഒട്ടിക്കേണ്ട കാര്യമുള്ളത്. നമുക്ക് അതിപ്പോ സാധാരണ കാർപ്പന്റേഴ്സ് ആയാലും നമുക്ക് മിഷനറിയിലായാലും നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഈ സാധാരണ ഈ വൈറ്റ് പേപ്പർ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് വെറുതെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഒട്ടിക്കേണ്ട കാര്യം മാത്രമുള്ള ഇതിൽ. അത് നമ്മൾ ഏതിലൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതിനുശേഷം ഒട്ടിക്കാനും അതിന്റെ യൂസേജിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡോർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡോറിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. തിരിച്ചിട്ട് നമ്മളൊരു വുഡന്റെ ഒരു ബീഡിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് TV യൂണിറ്റിന്റെ സെന്റർ പോർഷനിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബീഡിങ് കൊടുത്ത് അപ്പൊ നമുക്ക് ഇതിന്റെ വേവിങ് ചെയ്ത് പൊളിഞ്ഞു പോകാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു വുഡൻ ബീഡിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഇത് തന്നെ വാർഡ്രോബ് പോലുള്ള വലിയ ഡോറുകളായാലും ഇതേ ഒരു പാറ്റേണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്കിത് വിട്ടുപോരാനും അതുപോലത്തെ ചാൻസസ് വളരെ കുറവാണ്. വേവിങ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ ഇതിൽ കമ്പൽസറി ആവശ്യമാണ്. പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നമ്മളിത് ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലുകൾ അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ താഴെയായിട്ട് അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് കാര്യങ്ങൾക്ക് നമ്മുടെ കമ്പനിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.